ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ സീസണിലും അഭയാർത്ഥികളെ സൃഷ്ടിച്ചു വിടുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓരോ സീസണിലും ശ്രദ്ധിച്ചു നോക്ക്, എത്രയെത്ര രാജ്യങ്ങളുണ്ട്. വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇത്തരം അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? എവിടെയെങ്കിലും മുസ്ലിങ്ങൾ തന്നെ പീഡിപ്പിക്കപ്പെടുകയോ? ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്നും മുസ്ലിങ്ങൾ എന്തിനാണ് ഓടി രക്ഷപ്പെടുന്നത്? ഇവിടെയുള്ള ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് എങ്ങനെയെങ്കിലും ഒന്ന് ഇറാനാക്കുന്നതിന് വേണ്ടി നമസ്കരിച്ച് നോമ്പു നോറ്റും സക്കാത്ത് കൊടുത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ എന്തിനാണ് ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ഇസ്ലാമിക ഭരണത്തെ ഭയന്ന് അള്ളാഹുവിന്റെ അധികാരത്തെ, സർവാധിപത്യം അള്ളാഹുവിന്, അതിനെ ഭയന്ന് ഇവർ എവിടേക്കാണ് ഓടി ഒളിക്കുന്നത്? കാഫിറുകളുടെ രാജ്യത്തേക്കാണോ ഇവർ ഓടി ഒളിക്കുന്നത്? 24 മണിക്കൂറും അവൻ നശിക്കണേ എന്ന് ലോക മുസ്ലിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ക്രിസ്ത്യാനികളും നസ്രാനികളുമുള്ള നാട്ടിലേക്കാണോ ഇവർ ഓടി ഒളിക്കുന്നത്? ഓരോ മുസ്ലിമും 5 നേരം നമസ്കരിക്കുന്ന ഓരോ വിശ്വാസിയും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈകെട്ടിക്കൊണ്ട് 17 തവണ ഒരു ദിവസം പറയുന്ന ഒരു വാചകമുണ്ട്: അള്ളാഹുവെ, നീ കോപിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്ത ക്രിസ്ത്യാനികളും നസാറാക്കളും ബഹുദൈവ വിശ്വാസികളുമായ ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. പിന്നെ എന്തിനാണ് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത്? അവിടെയുള്ളൂ അല്ലെ മനുഷ്യര്? എത്രയെത്ര ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്, എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. അവിടെ എങ്ങും ചേക്കേറാതെ അഭയാർത്ഥികളായി ഈ നസ്രാനികളും ക്രിസ്ത്യാനികളും ഒക്കെ താമസിക്കുന്ന രാജ്യങ്ങളിലേക്ക് തന്നെ കുടിയേറുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലേ? മുസ്ലിങ്ങളെ തന്നെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ അവർക്ക് താല്പര്യമില്ലേ? അവർ സഹായിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അവർ സഹായിക്കാത്തത്? അവർക്ക് അവരുടെ സമാധാനം വിലപ്പെട്ടതാണ്, അതുകൊണ്ടാണ്. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യത്വമാണ്. അതിനുള്ള പണി അവർക്ക് കിട്ടുന്നുമുണ്ട്. ശരിക്കും തരാതരം ഫ്രാൻസിലൊക്കെ കണ്ടില്ലേ, ശരിക്കും പണി കിട്ടി. അപ്പോൾ മാക്രോൺ ഒരു കാര്യം തീരുമാനിച്ചു: അങ്ങനെ നമുക്ക് ചാരിറ്റി ചെയ്യണ്ട, അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ട് ഒരു മനുഷ്യത്വം പ്രത്യേകിച്ച് പ്രകടമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മാക്രോൺ തീരുമാനിച്ചു. അതുപോലെ ഓരോ രാജ്യങ്ങളും തീരുമാനിച്ചാൽ തീരാവുന്ന വിഷയമേ ഇവിടെയുള്ളൂ. അഭയാർത്ഥികൾ മനുഷ്യരാണ്, അവർക്ക് തീർച്ചയായിട്ടും അവർ മനുഷ്യത്വം അർഹിക്കുന്നു, ശരിയാണ്. പക്ഷേ ചെന്ന് കയറുന്ന രാജ്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്താണ് നമ്മൾ കാണുന്നില്ലേ? അപ്പൊ ഇത്തരക്കാരെ എങ്ങനെയാണ് മനുഷ്യരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്? ഇപ്പോ 1300 അഭയാർത്ഥികൾ കടലിൽ അപകടാവസ്ഥയിലാണ്. ഇറ്റാലിയൻ തീരത്തിനടുത്ത് പ്രത്യേക രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആളുകൾ. യൂറോപ്പ് ലക്ഷ്യമാക്കി ബോട്ടുകളിൽ നീങ്ങിയ 1300ഓളം അഭയാർത്ഥികളാണ് കടലിൽ അപകടാവസ്ഥയിലെന്ന് ഇറ്റാലിയൻ തീരസംരക്ഷണ സേന പറഞ്ഞത്. ഇവരെ രക്ഷിക്കാനായി പ്രത്യേക രക്ഷാ ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. 800ഓളം ആളുകളെ തീരസംരക്ഷണ സേന ബോട്ടുകളിൽ രക്ഷിച്ചു. കൂടുതൽ ബോട്ടുകളും നേവിയുടെ കപ്പലും കടലിൽ തന്നെയുണ്ട്. വിമാനത്തിലും ഡ്രോണിലും നിരീക്ഷണം നടത്തിയാണ് അപകടാവസ്ഥയിലുള്ള ബോട്ടുകളെ കണ്ടെത്തുന്നത്. അടുത്ത മണിക്കൂറുകളിൽ കാലാവസ്ഥ എപ്പോഴും ജൂതനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹുവിന് അവന്റെ രാജ്യം സ്ഥാപിക്കാനുള്ള അടിമകളെ രക്ഷപ്പെടുത്തുന്നത് ജൂതന്മാര് തന്നെ. കൊള്ളാം അല്ലേ? അപകടാവസ്ഥയിലുള്ള ബോട്ടുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി വിമാനത്തിലും ഡ്രോണിലുമാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വമുണ്ട്. മനുഷ്യനാണവർ. കടലിൽ മുങ്ങിത്താണ് ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരെ നോക്കി ജാതിയുടെയും മതത്തിന്റെയും കണ്ണിൽ നോക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയം ഖുർആൻ അല്ലാത്തത് കൊണ്ടാണ്, ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥമല്ലാത്തത് കൊണ്ടാണ്. അടുത്ത മണിക്കൂറുകളിൽ കാലാവസ്ഥ മോശമാകാൻ ഇടയുണ്ട് എന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അധികൃതർ പരക്കം പാച്ചിലാണ്, ജാഗ്രതയോടുകൂടി ഓടിയടുക്കുകയാണ്. എവിടെയാണ് മനുഷ്യന്റെ ജീവൻ പിടയുന്നത് എന്ന് നോക്കി. ഫെബ്രുവരി 26-ാം തീയതി, ഈ ഫെബ്രുവരി, ഇറ്റാലിയൻ തീരത്ത് അഭയാർത്ഥികളുടെ ബോട്ട് അപകടത്തിൽപ്പെട്ട 73 പേര് മരിച്ചിരുന്നു. ബുധനാഴ്ച മുതൽ 3000-ലേറെ പേരാണ് ബോട്ട് മാർഗം ഇറ്റലിയിലെത്തിയത്. വ്യാഴാഴ്ച 41 ബോട്ടുകളിലായി 1869 പേരാണ് എത്തിയത്. ഒരു ദിവസത്തെ കൂടിയ എണ്ണമാണിത്. കഴിഞ്ഞ വർഷം മാർച്ചില് ആകെ 1300ഓളം പേരെത്തിയ സ്ഥാനത്താണിത്. ഓർക്കണം,
ഇറ്റാലിയൻ തീരങ്ങളിലേക്ക് എത്തുന്ന കുടിയേറ്റക്കാരുടെ ഒഴുക്ക് തടയുമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി അധികാരത്തിലെത്തിയത്. അനധികൃത കുടിയേറ്റങ്ങൾ തടയാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അവർ ഫെബ്രുവരിയിലെ അപകട പശ്ചാത്തലത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ആഭ്യന്തര സംഘർഷം, ദാരിദ്ര്യം തുടങ്ങിയ കാരണങ്ങളാലാണ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് കുടിയേറ്റത്തിന് ശ്രമിക്കുന്നത്. ബോട്ടുകളിൽ അനധികൃതമായും അപകടകരമായുമാണ് ഭൂരിഭാഗവും ഇങ്ങനെ പോകുന്നത്. അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതും അവർക്ക് അഭയം നൽകുന്നതും വേണ്ടത്ര എല്ലാ സൗകര്യങ്ങളും നൽകുന്നത് മനുഷ്യത്വമാണ്, സമ്മതിക്കുന്നു. അവർ മനുഷ്യരാണ്, അവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരാണ്. ആരാ അവരെ ഓടിച്ചത്? വല്ല ക്രിസ്ത്യാനികളോ ഓടിച്ചത്? നസ്രാണികളോ ഓടിച്ചത്? അതല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളോ ഓടിച്ചത്? അല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ വക്താക്കൾ ഓടുന്നവന്റെ കയ്യിലുള്ളതും ഓടിക്കുന്നവന്റെ കക്ഷത്തുള്ളതും ഖുർആൻ തന്നെയാണ്. ഇതുമായിട്ട് തന്നെയല്ലേ ചെന്ന് ഇറ്റലിയിലേക്ക് ചേക്കേറുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയില് ഇവര് അഭയാർത്ഥികളാണ് എന്ന വ്യാജേന ഇറ്റലിയിലേക്ക് കടക്കാൻ ശ്രമിച്ച ബോട്ടും അപകടത്തിൽപ്പെട്ടിരുന്നു. നല്ലൊരു വിഭാഗം ആളുകളെ കാണാതാവുകയും ചെയ്തു. എന്തിനാ? ഇറ്റലി നിങ്ങൾക്ക് സ്വർഗമാണല്ലേ, ഇസ്രായേൽ നിങ്ങൾക്ക് സ്വർഗമാണല്ലേ. എന്താണ് അതുപോലെ അഫ്ഗാൻ സ്വർഗമാകാത്തത്? എന്താണ് പാകിസ്ഥാൻ നിങ്ങൾക്ക് സ്വർഗമാകാത്തത്? എന്താണ് ഇറാനിലെ ജനങ്ങൾക്ക് ഇറാൻ സ്വർഗമാകാത്തത്? ആക്കാൻ പറ്റില്ലേ? പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഗ്രന്ഥമാണ് നിങ്ങൾ തലയിൽ പേറുന്നത്. ഈ ഗ്രന്ഥമാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഇനിയും ഇറ്റലിയിലേക്ക് കുടിയേറി അവർ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇവർ ബയോളജിക്കലി പെറ്റു പെരുകാൻ തുടങ്ങും. ഒരാൾക്ക് 4 ഭാര്യമാർ, ഓരോ ഭാര്യമാർക്കും 5 മക്കൾ വീതമായാലും 4 20, കണക്ക് ശരിയല്ലേ? 20 മക്കള്, 20 മക്കളും 4 സ്ത്രീകളും 24, ഇയാളൊന്ന് 25, ഒരു കുടുംബമായി. ഇങ്ങനെ 10 കുടുംബം. അത് വർദ്ധിച്ചു 100 കുടുംബം, അത് വർദ്ധിച്ചു 1000 കുടുംബം, അത് വർദ്ധിച്ചു 10,000 കുടുംബം. എത്രയായി? 10,000 × 25 എത്രയായി? ഇറ്റലിയെ വിഴുങ്ങാൻ ഇവര് പോരെ? ഇവര് പോരെ? ഇനിയും ഇവര് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പള്ളികൾ വേണം. 1 കിലോമീറ്ററിൽ പൊന്നാനിയെ പോലെ 40 പള്ളി പോലെ പള്ളികൾ പെരുകണം. പിന്നീട് ഇവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ പൊതുനിരത്തിൽ ഇറങ്ങും. ഇവർക്ക് പ്രതിഷേധം നടത്താൻ സ്വാതന്ത്ര്യം വേണം. മനുഷ്യത്വപരമായ എല്ലാ അവകാശങ്ങളും ഇവർക്ക് സ്ഥാപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ പുറത്തു വിക്കോ? ആര്? അഭയം നൽകിയവർ. അഭയം നൽകിയവരെ ഇവർ അഭയാർത്ഥികളാക്കുന്നത് കൊണ്ടാണ് ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും തയ്യാറാകാത്തത്. ദാരിദ്ര്യം, പ്രശ്നങ്ങൾ, എവിടെയും പ്രശ്നം 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 പ്രശ്നം. യൂറോപ്യൻ രാജ്യങ്ങൾ എത്ര സമാധാനപരമായി ജീവിച്ചിരുന്ന രാജ്യങ്ങളാണ്. അവിടേക്ക് പ്രശ്നങ്ങൾ ഒഴുകിയെത്തിയത് എങ്ങനെയാണ്? ഫ്രാൻസിലേക്ക് പ്രശ്നങ്ങൾ ഒഴുകിയെത്തിയത് എങ്ങനെയാണ്? സ്വിറ്റ്സർലാൻഡിലും ന്യൂസിലാൻഡ് എങ്ങു വേണ്ട. സ്വീഡനിൽ ഇപ്പോൾ ഖുർആൻ കത്തിക്കാൻ കാരണം എന്താണ്? ഇറാനിൽ ഖുർആൻ കത്തിച്ചിട്ട് അവിടെയുള്ള ആളുകൾ ഇസ്ലാം വലിച്ചെറിയുന്നു. എന്താണ് കാരണം? ഈ മത നിയമം പോക്കാണ്. അഫ്ഗാനിൽ ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുവാണ്. ഞങ്ങൾക്ക് ഈ മതം വേണ്ട. പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ എക്സ്മുസ്ലിങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഈ മതത്തിന്റെ പ്രാകൃതമായ ആചാരങ്ങളും വിശ്വാസങ്ങളും മനുഷ്യനെ കൊണ്ട് ആധുനിക യുഗത്തിൽ സാധിക്കുന്നില്ല താങ്ങാൻ. അതുകൊണ്ട് അപ്പോൾ അഭയാർത്ഥികളെ സൃഷ്ടിക്കപ്പെടുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള അജണ്ടകളുണ്ട്. ഇവർ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറി കഴിഞ്ഞാൽ അവിടുത്തെ സമാധാനം ഇവരങ്ങ് നശിപ്പിച്ചോളും. പിന്നെ അവരെ കാണാൻ ചെല്ലുന്നതും അവർക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ ചെല്ലുന്നതും ആരാ? ഇവരെ ഓടിച്ചു വിട്ട നേതാക്കൾ തന്നെ. കൊള്ളാം, നല്ലത്, നന്ദി.